അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ റാഹത്ത് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. രാവിലെ കട്ടൻ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ചായൻ്റെ കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നിട്ടോ. അല്ലെങ്കിൽ പിന്നെ മിറ്റടിക്കാനൊക്കെ പോകല്ലേ. ഇനിയിപ്പോൾ മിറ്റടിക്കാൻ രാവിലെ ഇറങ്ങിക്കൂടല്ലോ, നല്ല മഞ്ഞല്ലേ ഇപ്പോൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ലേശം വെയിലൊക്കെ ആയിട്ട് മിറ്റടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായൻ്റെ കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് പൂളാണ് കേട്ടോ. അപ്പോൾ പൂളാണ് ഇന്നത്തെ ചായൻ്റെ കടി. നമ്മളിപ്പോൾ ഒന്ന് ഉള്ളതുകൊണ്ട് വെച്ചിട്ട് ഒരു പൂള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂള ബിരിയാണി എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി. അങ്ങനെ പൂള തോലൊളിക്കുമ്പോൾ പൂള ബിരിയാണി ആക്കണമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അതങ്ങനെ താനേ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. അങ്ങനെ പൂളൊക്കെ തോലൊളിച്ച് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കൊത്തി നോക്കി ചെമ്പിലാക്കി അതാക്കണം അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇത് പുഴുങ്ങി വറവിട്ട് ഇങ്ങനെ ചായ കൂട്ടാലോ എന്ന് വിചാരിച്ചാട്ടോ അടുപ്പത്ത് വെച്ചതൊക്കെ. അപ്പോഴാണ് രാത്രിയത്തെ ചിക്കൻ മുളക് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലേക്ക് വന്നത്. അപ്പം നമ്മളെ സ്റ്റേഷൻ മാറി. അതാണ് കപ്പ ബിരിയാണിയിൽ എത്തിയത് കേട്ടോ. അങ്ങനെ എന്താ മക്കളെ, നമ്മളെ കപ്പ അതായത് പൂള ബിരിയാണിക്ക് ലേശം തേങ്ങയൊക്കെ വേണം. ഈ തേങ്ങ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കൊടുകാൾ ഏടെ നോക്കിയിട്ടും കാണില്ല കേട്ടോ. അപ്പോൾ കൈ കിട്ടിയ മുതലുകൊണ്ട് 2 മേട്ടം വേണ്ടി തേങ്ങ പൊട്ടിച്ചു. അപ്പോൾ നമ്മൾ ആവശ്യം പൂർത്തിയാകാനല്ല വേണ്ടി. അപ്പോൾ അങ്ങനെ ശരിയായിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേശം തേങ്ങയൊക്കെ വറുത്തെടുക്കേണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ മക്കളെ നമ്മളെ മനസ്സ് മാറ്റിയെടുത്ത ചിക്കൻ മുളക് ഇട്ടത്. അപ്പോൾ അത് അതിലേക്ക് പൂള ഇട്ട് കൊടുക്കണമെങ്കിൽ ലേശം മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതാക്കണം മുളകും പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിനും അതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട് മുളകും പൊടി ഇല്ലുണ്ട് കേട്ടോ. അപ്പോൾ തളിച്ച വെള്ളം പാർന്നങ്ങാനി ഒന്നും കൂടി അടുപ്പത്ത് വെച്ചങ്ങാനി ഒന്ന് വറ്റിച്ചും വേവിച്ചും ഒക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പൂളയൊക്കെ നല്ല പൊടിയുള്ള പൂള അതിനെ കൊണ്ട് നല്ലോണം വേഗം വെന്തിക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ വേവിച്ച് ഊറ്റാണ്. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. ചൂടാതിൻ്റെ ശേഷം ലേശം വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയിൽ ഞാനൊന്നും ഇടണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തേങ്ങ അങ്ങനെ തന്നെ ആയിട്ട് വറുത്തെടുക്കുകയാണ്. തേങ്ങ നല്ലോണം ഒന്നും ഇങ്ങോട്ട് വറുത്തെടുത്താൽ മതി. ജീരകമോ ചെറിയുള്ളിയോ കരുവേപ്പിൻ്റെ ഇലയോ ഒന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഒന്നും ഞാൻ ഇട്ടില്ല. വെറും തേങ്ങ തന്നെ ഇങ്ങനെ വറുത്തെടുത്തതാണ്. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. അടുപ്പത്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി വെച്ചിക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടാണല്ലോ. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി ഇങ്ങനെ നല്ലോണം വെന്തെങ്ങാനി വറ്റട്ടെ. അപ്പോൾ അതാക്കണം അതൊക്കെ വെന്തെങ്ങാനി വറ്റിയതിന് ശേഷം അതിലേക്ക് പൂള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ അതാ വെന്ത പൂള ചിക്കൻ കറിയിൽ ഇട്ട് കൊടുത്തിക്കണം. അതിൻ്റെ മേൽക്ക് ലേശം പൊടികളും ഇട്ട് കൊടുക്കട്ടെ. ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വറുത്ത് പൊടിച്ചതാട്ടോ. ലേശം ഗരം മസാലേൻ്റെ പൊടിയും ലേശം ബിരിയാണി മസാലേൻ്റെ പൊടിയും ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം വറുത്ത് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല. തേങ്ങ അങ്ങനെ തന്നെ വറുത്ത് ഇങ്ങനെ അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നാക്കി അത് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതാക്കണം ഒടിയണോലെ ഒടിഞ്ഞോട്ടെ, ഒടിയാത്തോലെ ഒടിയണ്ട, ഇളക്കണ്ടിയോലെ ഇളക്കി കൊടുക്കുക, ഇളക്കണ്ടാത്തോലെ ഇളക്കണ്ട. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്.
എന്തോ ഒരു അടിപൊളി കപ്പ ബിരിയാണി. അങ്ങനെ മക്കളെ തെളിച്ചൊക്കെ പോകുന്നില്ലെങ്കിൽ പോണേക്കെ തെളിക്കാന്ന് അറിയല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ കപ്പ ബിരിയാണിൻ്റെ ഹാല് കേട്ടോ. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. ലേശം ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെലൊക്കെ ഇട്ട് ഞാനൊന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.